ശശികലയെ മുൻനിർത്തി തമിഴ്നാട് രാഷ്ട്രീയം കൈപ്പിടിയിലൊതുക്കാൻ മോദിയുടെയും ബി.ജെ.പിയുടെയും നീക്കം. ജയലളിതയുടെ സംസ്കാര ചടങ്ങിൽ ശശികലയെ കൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചതിലും പനീർശെൽവത്തെ അപ്രസക്തനാക്കി ശശികലയ്ക്ക് പ്രാമുഖ്യം നൽകിയതിലും മോഡിയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അധികം താമസിയാതെ ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തും. AIADMKയുടെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലാണ് തമിഴ്നാട്ടിലെ ബി.ജെ.പി ഇടപെടൽ. ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സജേഷ് തത്സമയം ചേരുകയാണ്. സജേഷ്, ജയലളിത പോയ ഒരു ഒഴിവ് ഒരുപക്ഷെ ശാന്തമായ ദുഃഖം അണകെട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഈ മൗനത്തിനിടയിലും സജീവമാകുന്നു എന്ന കാഴ്ചയാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. സജേഷ്, തീർച്ചയായും അജിംഷാദ്, ഞാനിപ്പോഴുള്ളത് ജയലളിത അസുഖബാധിതയായി കിടന്നിരുന്ന അപ്പോളോ ആശുപത്രിക്ക് മുന്നിലാണ്. ഈ അപ്പോളോ ആശുപത്രിയിൽ ജയലളിത കിടക്കുമ്പോൾ തന്നെ, ജയലളിതയുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ തന്നെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളും ഈ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് രാത്രി തന്നെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP ദേശീയ നേതൃത്വത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇടപെടൽ വഴിയാണ് നടന്നിരുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വരുന്നു. ശശികലയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഈ നീക്കങ്ങൾക്ക് കരുത്തു പകർന്നത്. ജയലളിത മരണപ്പെട്ട ഉടനെ, മരണം സ്ഥിരീകരിച്ച ഉടനെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള വേദി ഉൾപ്പെടെ രാജ്ഭവനിൽ ഒരുങ്ങിയിരുന്നു. ആ രീതിയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അന്ന് തന്നെ വേണമെന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലായിരുന്നു അത് വഴി ഉണ്ടായത്. കേന്ദ്രം ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. പനീർശെൽവം മുഖ്യമന്ത്രിയാകുന്നു എന്നാൽ പാർട്ടിയുടെ അധികാര കേന്ദ്രമായി ശശികല മാറണം. പോയസ് ഗാർഡൻ എന്ന അധികാര കേന്ദ്രം ശശികലയുടെ അതിൻ്റെ കേന്ദ്രമായി ശശികല മാറണമെന്ന ആഗ്രഹമാണ് BJP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അരനൂറ്റാണ്ടായി ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴർ വച്ചു പുലർത്തുന്നത്. AIADMK BJPക്ക് ഒപ്പം പോകുമ്പോൾ പോലും AIADMK എന്ന പാർട്ടിയുടെ വ്യക്തിത്വം ജയലളിത എന്ന വലിയ നേതാവ് നിലനിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ജയലളിത ഇല്ലാതായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ AIADMK വഴി തമിഴ്നാട്ടിൽ കടന്നു കയറുക, AIADMKയിൽ പിടിമുറുക്കുക എന്ന കൃത്യമായ നീക്കമാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ AIADMKയുടെ പല മുതിർന്ന നേതാക്കൾക്കും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പനീർശെൽവം തന്നെയാണ്. എന്നാൽ പനീർശെൽവം ഉൾപ്പെടെ എതിർപ്പുള്ള പഴനിവേൽ ഉൾപ്പെടെ തമ്പിദുരൈ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ആർക്കും ഈ എതിർപ്പ് പരസ്യമായി ഇപ്പോൾ പറയാനുള്ള സാധ്യതയില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ AIADMKക്കകത്ത് ഒരു പൊട്ടിത്തെറി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന തീർച്ചയായും സജേഷ്, ഇത്തരത്തിൽ ശശികലയുടെ ഒരു റോൾ രീതിയിൽ ഇത്തരത്തിലൊരു പ്രോമിനൻസ് കിട്ടുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി അവരെ ആശ്വസിപ്പിക്കാനായി എത്തിയതും തലയിൽ തലോടിയതും അടക്കമുള്ള ശരീരഭാഷ ഒരുപക്ഷെ വിവക്ഷിക്കപ്പെടുന്നത് വലിയൊരു രാഷ്ട്രീയത്തിലേക്കാണ്. ആ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ശശികല എത്രത്തോളം പ്രാപ്തി ശശികലയ്ക്കുണ്ട്? AIADMKയിൽ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന് തന്നെ ഉള്ള എതിർപ്പിനെ ശശികലയ്ക്ക് എങ്ങനെ മറികടക്കാനാകും? MGRന്റെ അഭാവത്തിൽ ജയലളിത നേടിയത് ശശികലയ്ക്ക് നേടാൻ വേണ്ട പൊളിറ്റിക്കൽ കപ്പാസിറ്റി ശശികലയ്ക്കുണ്ടോ? അത്തരമുള്ള ചോദ്യങ്ങൾ BJP എങ്ങനെ അതിജീവിക്കും? അല്ലെങ്കിൽ BJPയുടെ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവർ എങ്ങനെയായിരിക്കും അത് ആസൂത്രണം ചെയ്യുക? സജേഷ്, അജിംഷാദ്, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇന്നലെ പൊതുദർശനത്തിൻ്റെ സമയത്തും സംസ്കാരത്തിൻ്റെ സമയത്തും ശശികലയുടെ കുടുംബാംഗങ്ങളുമായിരുന്നു എല്ലാം. പൊതുദർശനം രാജാജി ഹാളിൽ നടക്കുമ്പോൾ ജയലളിതയുടെ മൃതദേഹത്തിന് ഒരു വശം മുഴുവൻ ശശികലയും ശശികലയുടെ കുടുംബാംഗങ്ങളുമായിരുന്നു. മറുവശത്ത് മാത്രമായിരുന്നു ദേശീയ നേതാക്കളും മറ്റു മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നത്. ഈ മൃതദേഹത്തിൻ്റെ ഒരു വശം പൂർണ്ണമായും ശശികലയുടെ കുടുംബാംഗങ്ങളായിരുന്നു. ശശികലയുടെ ഭർത്താവ് നടരാജൻ, ശശികലയുടെ അനിയൻ, അങ്ങനെ കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ജയലളിതയുടെ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. അത് തീർച്ചയായും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ ജയലളിതയുടെ മൃതദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം ശശികലയെ ആശ്വസിപ്പിച്ചതിന് ശേഷം പിന്നീട് സംസാരിച്ചത് ശശികലയുടെ ഭർത്താവ് നടരാജനുമായാണ്. വളരെ വ്യക്തമായ കണക്കൂട്ടലുകൾ ഇക്കാര്യത്തിൽ BJPയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. വെങ്കയ്യ നായിഡു ഇന്നലെ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വെങ്കയ്യ നായിഡു
നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് അന്ന് രാത്രി തന്നെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നതെന്നും വ്യക്തമാണ്. BJP ഇക്കാര്യത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. ശശികല വഴിയാണ് ഈ നീക്കം നടക്കുന്നത്. പോയസ് ഗാർഡന്റെ തമിഴകത്തിന്റെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ ശശികലയെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അജിംഷാദ് ചോദിച്ചതുപോലെ ശശികലയ്ക്ക് ഇതിനുള്ള നേതൃത്വപരമായ കഴിവുണ്ടോ എന്ന ചോദ്യം അത് വളരെ നേരത്തെ MGRന്റെ മരണസമയത്ത് ഈ പൊതുദർശന സമയത്ത് ഇതേ രീതിയിലായിരുന്നു ജയലളിതയും നിന്നിരുന്നത്. MGRന്റെ പൊതുദർശനം നടക്കുന്ന സമയത്ത് മൃതദേഹത്തിന്റെ ഒരരികു മുഴുവൻ മണിക്കൂറുകളോളം ജയലളിതയായിരുന്നു. ജയലളിതയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പൊതുദർശനവും അന്ന് സംസ്കാര ചടങ്ങുകളും നടന്നിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ശശികലയും ഇടപെടുന്നു. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശമാണ്. അരനൂറ്റാണ്ടായി ദ്രാവിഡ കക്ഷികൾ കൈവശം വെച്ചിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് BJP കണ്ണുവെക്കുന്നു. അതിന് AIDMKയുടെ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പ് എത്രത്തോളം ശക്തമായി അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് ഇപ്പോൾ പറയാനാകില്ല. മറുവശത്ത് DMKയും ഇതേ തരത്തിലുള്ള നേതൃദാരിദ്ര്യത്തിലാണ്. കരുണാനിധി നേതൃത്വത്തിൽ നിന്ന് മാറി സ്റ്റാലിൻ നേതൃത്വത്തിലേക്ക് വരുന്നു. സ്റ്റാലിൻ എത്രത്തോളം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് അരനൂറ്റാണ്ടായി നിൽക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന്മേൽ കേന്ദ്ര നേതാക്കൾ BJPയുടെ കേന്ദ്ര നേതാക്കൾ കണ്ണുവെക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ഈ നീക്കങ്ങൾ വിജയിക്കും എന്ന് പറയാനാകില്ല. AIDMKയ്ക്കുള്ളിൽ ഒരു എതിർപ്പുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതൊരു പൊട്ടിത്തെറിയായി മാറുകയും ചെയ്യും. അജിംഷാദ്, അതാണ് തീർച്ചയായും. ദില്ലിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് കൂടി ചേരുകയാണ്. ശ്രീ സന്തോഷ് സർലിംഗ്, ഒരുപക്ഷേ ഇത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഏതൊക്കെ വിധത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ നമുക്കറിയാം. അരുണാചലിൽ അടക്കമുള്ളവയിൽ ഒരു സാഹചര്യങ്ങളും സംജാതമായില്ലെങ്കിൽ പോലും BJPയുടെ ഇടപെടൽ മോദിക്ക് ശേഷം അത്തരത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ വായിച്ചെടുത്തതാണ് പല കാലങ്ങളിലും മുമ്പുള്ള ദിവസങ്ങളിൽ. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ അതിന് പറ്റിയൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തെ BJP എങ്ങനെ മുതലെടുക്കും? അതോ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള സ്പേസ് ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഉണ്ടോ? അതോ BJPക്കാണോ കൂടുതൽ സ്പേസ്? ഈ രീതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഉള്ളറകളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇതേ സംബന്ധിച്ച് ഉരുണ്ടുകൂടുന്നത്? സന്തോഷ്. അജിംഷാദ്, കോൺഗ്രസും BJPയും നിലവിലെ വിഷയത്തെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഇരു പാർട്ടികളുടെ മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണെങ്കിൽ ജയലളിത 2 സ്ഥാനങ്ങളാണ് വഹിച്ചിരുന്നത്. ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനം, മറ്റൊന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം. മുഖ്യമന്ത്രി സ്ഥാനം പനീർശെൽവത്തിന് കൈമാറിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനം ആർക്കായിരിക്കും എന്നതാണ് ഇപ്പോൾ ദേശീയ കക്ഷികൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ശശികല ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു എന്ന ചില വിവരങ്ങൾ ഡൽഹിയിൽ ലഭിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് എങ്ങനെയായിരിക്കും AIDMKയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നാണ് ഇപ്പോൾ ഈ പാർട്ടികൾ വീക്ഷിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിനേക്കാൾ ഏറെ BJP ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2016 ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് അവരേറെ പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം ജാതി രാഷ്ട്രീയം ഉയർത്തി മത്സരിച്ച പലർക്കും കാലിടർന്നു. പ്രത്യേകിച്ച് വിജയകാന്തിന്റെ DMDK ജാതി രാഷ്ട്രീയം ഉയർത്തി മത്സരിച്ചുവെങ്കിൽ പോലും പരാജയം രുചിക്കേണ്ടി വന്നു. എന്നാൽ BJPക്കാകട്ടെ പൊൻരാധാകൃഷ്ണൻ എന്ന ഒരൊറ്റ MP മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും വോട്ട് ശതമാനത്തിൽ പലപ്പോഴും നിർണായകമായി വളരാൻ കഴിഞ്ഞു. സംഘപരിവാർ സംഘടനകൾ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായി പേര് ഊന്നിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ BJP പ്രതീക്ഷിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു നേതൃത്വമില്ല എന്നൊരു പ്രശ്നം അവരെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുകൂലമാക്കാൻ കഴിയുമായിരുന്നു ഒരു നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി സംസാരിക്കാനിടയാക്കി. അദ്ദേഹം പറഞ്ഞത് ജയലളിത ഇല്ലാത്ത തമിഴ് രാഷ്ട്രീയം പഴയതായിരിക്കില്ല, ഏറെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും, ഉലച്ചിലും കോട്ടങ്ങളും തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും, അത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് തന്നെയാണ് AK ആന്റണി വിലയിരുത്തിയത്. കോൺഗ്രസിന്റെ ഒരു പൊതുവെ വിലയിരുത്തലും അത് തന്നെ. ഒരു നേതൃത്വം ഇല്ലായ്മയുടെ അഭാവം കോൺഗ്രസിന് അവിടെ വളർന്നു വരാൻ ഇനി കഴിയുകയില്ല. പക്ഷെ BJP ആകട്ടെ സ്വന്തം നിലയിൽ വേരുന്നത്. അതിന് AIDMKയുടെ തകർച്ച അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ AIDMK ഹൈജാക്ക് ചെയ്യുക എന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരൈ, രാജ്യസഭാ MP V മൈത്രേയൻ തുടങ്ങിയവരെയൊക്കെ മുന്നിൽ നിർത്തി BJP ചിലപ്പോൾ ഒരു രാഷ്ട്രീയം AIDMKയിൽ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയേക്കാം എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ശശികലയോടൊപ്പം അല്ലെങ്കിൽ പാർട്ടിയിൽ എത്രത്തോളം ഐക്യമുണ്ട് എന്നതിനെ അനുബന്ധിച്ചിരിക്കും. അജിംഷാദ്.
തീർച്ചയായും ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഉണ്ണിച്ചെറിയാൻ കൂടി ചേരുകയാണ്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ഒരുപക്ഷെ മോദിയുടെ ശരീരഭാഷ അത്തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു പല രീതിയിലും. ഒരുപക്ഷെ അത്തരത്തിലൊരു ദുഃഖ സമയത്തെത്തുന്ന ഒരു നേതാവിനെ അങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നത് ഒരുപക്ഷെ സഭ്യവും ഔചിത്യവുമല്ല. എങ്കിൽ പോലും ആ ശരീരഭാഷ ഒരുപക്ഷെ ശശികലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, പിന്നീട് തുടർന്നുള്ള ഓരോ ഘട്ടത്തിലും ശശികലയ്ക്ക് ആ മരണാനന്തര ചടങ്ങുകളിൽ ലഭിച്ച പ്രാധാന്യമൊക്കെ നിരീക്ഷിക്കുമ്പോൾ തമിഴ്നാടിന് പുറത്തു നിന്ന് എങ്ങനെ കാണാനാകും? അവിടെ 3 പോയിന്റുകളാണ് ഇപ്പോൾ രൂപപ്പെട്ടതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശശികല, പനീർശെൽവം, തമ്പിദുരൈ. ഈ 3-ൽ ആർക്കാണ് സാധ്യത? അങ്ങനെ ആർക്കെങ്കിലും സാധ്യതയുണ്ടായാൽ അവിടെ BJPയുടെ സാന്നിധ്യം ഏതു വിധത്തിലായിരിക്കും? മോഡിയുടെ ഓപ്പറേഷൻ എന്തായിരിക്കും? ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ. ഇപ്പം ഈ 2 അധികാര കേന്ദ്രങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ളത്. മുഖ്യമന്ത്രിയും അതുപോലെ ജനറൽ സെക്രട്ടറിയും. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് പന്നീർശെൽവമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ട് ശശികല അവകാശം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ജയലളിതയ്ക്ക് MGRന്റെ മരണത്തിന് ശേഷം ജയലളിതയ്ക്ക് ലഭിച്ച ഒരു സ്വാധീനം, ജനമനസ്സിലുള്ള ഒരു സ്വാധീനം ശശികലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ജയലളിത അതിനു മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ പ്രചാരണ വിഭാഗം സെക്രട്ടറി ആയിരുന്നു. 2 തെരഞ്ഞെടുപ്പുകളിൽ അവർ ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. പിന്നെ ഒരു ചലച്ചിത്ര താരം എന്നുള്ള നിലയിൽ ജനമനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ആളാണ് ജയലളിത. ശശികലയെ അത്രത്തോളം എളുപ്പത്തിൽ ഈ തമിഴ്നാട്ടുകാരോ അല്ലെങ്കിൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ പ്രവർത്തകരോ സ്വീകരിക്കുമോ എന്നെനിക്കറിയില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയം, പ്രത്യേകിച്ച് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ തമ്പിദുരൈയെ പോലെ ഒരാൾ, അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഡൽഹിയിലുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ പോലും അദ്ദേഹം അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നിട്ടുണ്ട് ലോക്സഭയിൽ. അപ്പോൾ ഡൽഹിയിലെ ഉന്നത നേതാക്കന്മാരൊക്കെ ആയിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളാണ് തമ്പിദുരൈ. സ്വാഭാവികമായിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും സീനിയർ എന്ന് കൂട്ടുമ്പോൾ തമ്പിദുരൈയെ തന്നെയാണ് ഇതിനകത്ത് പരിഗണിക്കേണ്ടത്. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പന്നീർശെൽവം മുഖ്യമന്ത്രി ആയതാണ്. ഇപ്പോൾ BJPയുടെ റാങ്കിൽ, BJPക്ക് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്ന് കയറിയേ പറ്റൂ. അവർക്കത് ഒറ്റയ്ക്ക് വന്ന് കയറാൻ അവർക്കെന്നല്ല ആർക്കും പറ്റില്ല. നിലവിലുള്ളൊരു സാഹചര്യം സ്വാധീനിക്കാൻ തമിഴ്നാട് കൂടി ആവശ്യം. തീർച്ചയായിട്ടും രാജ്യസഭ മാത്രമല്ല, തമിഴ്നാട് ഒരു വലിയ സംസ്ഥാനമാണ്. 39 ലോക്സഭാ സീറ്റുള്ള ഒരു സംസ്ഥാനമാണ്. അടുത്ത 2019 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടൊക്കെ വളരെ നിർണായകമാകും. അപ്പോൾ BJPക്ക് ഈ AIDMK കൂടെ കൂട്ടാനായി കഴിഞ്ഞാൽ BJPക്ക് അതൊരു വലിയ നേട്ടമായിരിക്കും. പക്ഷേ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ BJPയുമായിട്ടുണ്ടാകുന്ന സഖ്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോഴൊന്നും അത് ഫലപ്രദമായില്ല എന്നുള്ളതാണ് കാര്യം. ഒരിക്കൽ AIDMK BJPയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, ഒരിക്കൽ DMK തന്നെ BJPയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും ഒന്നുകിൽ AIDMK അല്ലെങ്കിൽ AIDMK മുഴുവനായിട്ടില്ലെങ്കിൽ അതിലെ ഒരു വിഭാഗത്തെ സ്വാഭാവികമായിട്ട് അത് അവരുടെ രാഷ്ട്രീയമാണ്. അവർ ഇതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ്. അവരത് പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സംശയമില്ല. പക്ഷേ അവിടെ മുമ്പ് നേരത്തെ ജയലളിതയും അല്ലെങ്കിൽ DMKയും ഒക്കെ പലതരത്തിലും NDAയും UPAയും ഒക്കെ പിന്തുണയ്ക്കുന്ന വിധമുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെ അന്ന് അവരുടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള പിന്തുണയായിരുന്നു. പക്ഷെ ജയലളിതയുടെ അഭാവത്തിൽ അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് നുഴഞ്ഞു കയറാനാകുമോ എന്നതാണ്. അതിന്റെ സാധ്യത മോഡിക്ക് മുമ്പിൽ എത്ര, രാഹുൽ ഗാന്ധിക്ക് മുമ്പ് എത്ര? അല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഈ 1950-കളിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാകുന്ന കാലത്തുള്ള സുശക്തമായ ഒരു ദ്രാവിഡ അടിത്തറ ഇപ്പോൾ തമിഴ്നാട്ടിലില്ല എന്ന് സമ്മതിച്ചേ പറ്റും. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആളുകൾ, കൂടുതൽ പറഞ്ഞ ഉദ്യോഗസ്ഥര്, പുറത്തുപോയി പഠിക്കുന്നവർ, അങ്ങനെ പഴയ ദ്രാവിഡ സ്വാഭിമാനം പഴയതുപോലെ സുശക്തമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP പോലത്തെ ഒരു ദേശീയ പാർട്ടി പുതിയ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് മൊത്തത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ അതുണ്ടാവും. പഴയ ആൻറ്റി ബ്രാഹ്മിൻ അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദി വികാരങ്ങൾ അത് അത്രത്തോളം ശക്തമല്ല, വളരെ നേർത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP ഒരിക്കൽ കൂടി സന്തോഷ് ഷർലിംഗ്, ഒരുപക്ഷെ ഈ വിധത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മുടെ മുഴുവൻ പ്രതീക്ഷ അല്ലെങ്കിൽ നിരീക്ഷണം, വിലയിരുത്തൽ ഒക്കെ ചാടിപ്പോകാം. ഒരുപക്ഷെ ദ്രാവിഡ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ദ്രാവിഡ രാഷ്ട്രീയ വിലയിരുത്തലുകളെയൊക്കെ സംബന്ധിച്ച് പൂർവ്വകാലങ്ങളിലുണ്ടായിരുന്ന രീതി മാറിയിരിക്കാം. ഹിന്ദി ബോർഡുകൾ കാണുമ്പോൾ അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലേക്കുണ്ടായിരുന്ന ഒരു ദ്രാവിഡ രീതിയൊക്കെ മാറിയിരിക്കാം. ആ മാറ്റം എത്ര കണ്ട് BJPക്ക് അനുഗുണമാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ടോ ദില്ലി?
അത് 40കളിൽ പെരിയാർ കൊണ്ടുവന്ന ജാതി മത വിരുദ്ധത, അതൊക്കെ കൊണ്ടുവന്ന ദ്രാവിഡ മുന്നേറ്റം, അതൊക്കെ അന്നത്തെ ജനതയൊക്കെ ആകർഷിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ DMK പോലും മാറിയിരിക്കുന്നു. പിന്നീട് അത് കരുണാനിധിയുടെ കുടുംബം, പിന്നീട് അഴിമതി ഭരണം, അങ്ങനെയൊക്കെ പലത് രീതികളിലേക്ക് മാറിയിരിക്കുന്നു. പുതിയൊരു കാലത്തിലേക്ക് എത്തുമ്പോൾ ആ പഴയൊരു ആശയ പ്രചരണങ്ങളിൽ ഊന്നിയിട്ടല്ല പാർട്ടികളുടെ പ്രവർത്തനം എന്ന് കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ജയലളിതയുടെ ADMKയുടെ പാർട്ടിയുടെ രൂപീകരണം തന്നെ നമുക്കറിയാം, അതൊരു നേതൃത്വത്തിലെ ഭിന്നതയിൽ നിന്നാണ്, MGRന്റെ നേതൃത്വത്തിലെ ഭിന്നതയിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. പിന്നീട് ജയലളിത പോലും സിനിമയെ ആശയപ്രചരണത്തിന് അവരുടെ ഒരു പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ആശയ അടിത്തറയിൽ നിന്നല്ല ജയലളിത ADMK മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പല കാലഘട്ടത്തിലും BJP ആയിട്ട്, കോൺഗ്രസിനാകട്ടെ, ഇടതുപക്ഷമായിട്ടൊക്കെ മാറി മാറി നിലപാടുകൾ എടുക്കാൻ അവർക്ക് കഴിഞ്ഞു നോക്കിയ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിന്ന് വേണം ഇനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വിലയിരുത്താൻ. അത് വിലയിരുത്തുമ്പോഴാണ് BJPയിൽ അവിടെ മുറുകി വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന സ്വാധീനം ശ്രദ്ധിക്കപ്പെടേണ്ടത്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ BJP ഇപ്പോൾ തമിഴ്നാട്ടിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലൊരു ശ്രമം നടത്തിയേക്കാം എന്ന സൂചനകൾ തന്നെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആ ഭാഗങ്ങളിലൊക്കെ ഉയർത്തിയിരിക്കുന്ന സ്വാധീനം പല സംഘടനകളിലൂടെയും നേടിയെടുത്തിരിക്കുന്ന സ്വാധീനത്തിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതുവരെ ജയലളിതയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഉയർന്നു വരാനുള്ള ഒരു അവസരം BJPക്ക് അവിടെ ലഭിച്ചില്ല. ഇപ്പോൾ ആ വ്യക്തിപ്രഭാവം മാറുമ്പോൾ, അപ്പുറത്തെ കരുണാനിധിയില്ല, പിന്നെ ജയലളിതയും ഇല്ലാതാകുമ്പോൾ പിന്നെ മറ്റൊരാളില്ല, അവിടെ ഉയർന്നു വരാൻ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ദേശീയതയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഉയർന്നു വരാൻ കഴിയും എന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി വെങ്കയ്യ നായിഡു, പാർലമെന്ററി സഹമന്ത്രി വെങ്കയ്യ നായിഡു തമിഴ്നാട്ടിൽ നിന്നുള്ള പൊൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഡൽഹിയിലില്ല, അവർ തമിഴ്നാട്ടിലാണ്. ഇന്നലെ നാം കണ്ടു ജയലളിതയുടെ ചുറ്റും നിന്നത് ഇരുവരുമാണ്. ശശികലയുടെ ഒപ്പം നിന്നു. ആശുപത്രിയിൽ മോഡി പോയില്ല എങ്കിൽ പോലും അമിത്ഷായും അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവരെല്ലാം പോയി. മോദി ഇന്നലെ പ്രത്യേക വിമാനത്തിൽ അവിടെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. ഒപ്പം എല്ലാത്തിനും ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്ത് നാം കണ്ടിരുന്നു. അതൊക്കെ ADMK ഇപ്പോഴും നേതൃത്വമില്ലാത്ത ആ സാഹചര്യം ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളായിട്ട് മാത്രമേ വിലയിരുത്താൻ നമുക്ക്. അങ്ങനെ വിലയിരുത്തുമ്പോൾ എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് ശശികലയ്ക്ക് അല്ലെങ്കിൽ ഇതുവരെ ADMKയിൽ ഒരു റിബലില്ല, ഭിന്നതയില്ല. പക്ഷെ ജയലളിത ഇല്ലാതാകുമ്പോൾ പിന്നെ നേതൃത്വത്തിൽ വരാൻ ശ്രമിക്കും. അതാണ് സന്തോഷ്. ദയവായി നിൽക്കൂ. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ PV തോമസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PV തോമസ്, എല്ലാവരും ഈ AIADMKയിലെ ജയലളിതയുടെ അഭാവം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവേശനത്തിനാകും തമിഴ്നാടിൽ സാധ്യത തുറക്കുക എന്നൊക്കെ വിലയിരുത്തുകയാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ മോദിയുടെ ഇടപെടൽ, BJPയുടെ ഇടപെടലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും അവിടെ എത്തിയിരുന്നു, രാഹുൽ ഗാന്ധിയും സജീവമായി അവിടെ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ അത്തരത്തിലൊരു പൂർവ്വകാലവുമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പിതാവ് സാക്ഷാൽ രാജീവ് ഗാന്ധി പോലും രക്തസാക്ഷിയായത്, മരിച്ചത് ഒരുപക്ഷെ തമിഴ്നാട് മണ്ണിലാണ്. ഇങ്ങനെയുള്ള സാധ്യതകളിലൊക്കെ കോൺഗ്രസിന് ഉപയോഗിച്ചുകൂടെ? എന്തുകൊണ്ട് BJP എന്ന ഒരു തരത്തിലേക്ക് ചർച്ചയ്ക്ക് പ്രോമിനൻസ് കിട്ടുന്നു? അത് നമ്മൾ മോഡിയുടെ ബോഡി ലാംഗ്വേജ് അവിടെ ശ്രദ്ധിച്ചതാണ്. അതൊരു ഫാദർ ഫിഗർ പോലെയായിരുന്നു മോഡി അവിടെ പെരുമാറിയത്. ശശികലയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ പനീർസെൽവത്തെ കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി. അപ്പോൾ മോഡി ഒരു ചെറിയ രീതിയിൽ ഒരു ടേക്ക് ഓവർ തന്നെ അവിടെ നടത്തി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പനീർസെൽവത്തിന് തമിഴ്നാട് ഭരിച്ചുകൊണ്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ ശക്തമായ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് വളരെ ശരിയാണ് ശ്രീ PV തോമസ്. ഇപ്പോൾ നമ്മോടൊപ്പം ഞങ്ങളുടെ MDയും മുതിർന്ന മാധ്യമ പ്രവർത്തകനും ആയ ശ്രീ ജോൺ ബ്രിട്ടാസ് ചേരുകയാണ്. ശ്രീ ബ്രിട്ടാസ്, ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തെ വല്ലാത്ത ഗൗരവമായ സാഹചര്യത്തിലാണ് ജയലളിതയുടെ അഭാവത്തിൽ നാം ഒക്കെ നിരീക്ഷിക്കുന്നത്. ഈ നിരീക്ഷണത്തിന്റെ സാധ്യതകൾ ഏത് വിധത്തിൽ പരിണമിക്കാനാണ് സാധ്യത? PV തോമസ് പറഞ്ഞ ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു PV തോമസിലേക്ക് കൂടുതൽ വരുന്നതാണ് ഒരു ദേശീയ കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി സഹായകരമാകുന്നത്. തോമസ് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമായിരിക്കും. രണ്ടാമത് DMK രാഷ്ട്രീയത്തിന്റെ ആഭ്യന്തര ഉൾപ്പിരിവുകൾ എങ്ങനെയാണ് പോകുന്നത്, ശശികലയുടെ നീക്കം എങ്ങനെയാണ്. പനീർസെൽവം തോമസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഗർ ഹെഡ് മാത്രമാണ്. DMK എന്നുള്ള പാർട്ടിയുടെ ആത്മാവിനെ കയ്യിലെടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും അദ്ദേഹത്തിന് ഇല്ല. ഒരു അവകാശമില്ല, ഒരു നേരവകാശി എന്ന് പറയാവുന്ന ആളല്ല. ശശികലയും അങ്ങനെ ഒരു പ്രൊഫൈലുള്ള ആളല്ല. പക്ഷേ എങ്കിൽ പോലും ജയലളിതയുടെ തോഴി എന്ന നിലയ്ക്ക്
സംഘടനയുടെ എല്ലാ ഉൾപ്പിരിവുകളും അറിയാവുന്ന, അതിൻ്റെ ചതിക്കുഴികൾ അറിയാവുന്ന, ഓരോ വ്യക്തിയുടെയും ദൗർബല്യങ്ങളും ശക്തിയും തിരിച്ചറിയാവുന്ന, പലരെക്കുറിച്ചും പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കൊരു രാഷ്ട്രീയ അംബീഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അണ്ണാ DMKയുടെ സംഘടനയെ കയ്യിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോമസ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശികലയുടെ സാന്നിധ്യം പ്രത്യേകം അടിവരയിടുന്ന രീതിയിൽ അവരെ സമാശ്വസിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഭാവങ്ങൾ ഈ ചടങ്ങിൽ നടത്തിയത് അല്ലെങ്കിൽ വരുത്തിയത്. ഇതിലൊക്കെ പ്രധാനം എനിക്ക് തോന്നുന്നു ഇതൊരു അണ്ണാ DMKയുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല. ഈ പറയുന്ന ജയലളിതയുടെ അഭാവം മറ്റ് രാഷ്ട്രീയ ശക്തികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, DMKയിൽ സംഭവിക്കാവുന്നത്, പുതിയ ഏതെങ്കിലും അവതാരങ്ങൾ ഉയരുമോ, അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ജയലളിത ഒരു ഓർമ്മയായി രംഗത്ത് നിന്ന് വിടവാങ്ങിയിരിക്കുന്നത്. അതാണ് ശ്രീ ബ്രിട്ടാസ്, അതായത് ഒരുപക്ഷെ ഇതിന് സമാനമായ ഒരു സാഹചര്യം അന്നുണ്ടായി. അന്നത്തെ ലോക ദേശീയ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ അല്ല എങ്കിൽ പോലും ജാനകിരാമനും ജയലളിതയും തമ്മിൽ MGRന്റെ അഭാവത്തിൽ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ഒരുപക്ഷെ DMK അല്ലേ മുതലെടുത്തത്. ഇന്ന് DMKയേക്കാൾ അത് മുതലെടുക്കാനുള്ള സാധ്യത BJPക്കും കോൺഗ്രസിനുമാണ് എങ്കിൽ അതിനുള്ള സാഹചര്യം എന്തൊക്കെ? DMK മുതലെടുത്തെന്ന് പറയാൻ പറ്റില്ല. DMK താൽക്കാലികമായി മുതലെടുക്കുക മാത്രമാണ് ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പിൽ ADMK പരാജയപ്പെട്ടു. പക്ഷേ ADMK എന്നുള്ള പാർട്ടിയുടെ ജൈവപരമായ ഒരു നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഗാനിക് ഗ്രോത്ത് ജയലളിതയിലേക്കായി. അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മാറി, വലിയൊരു വിടവ് വന്നില്ല. ഇപ്പോഴുള്ള പ്രശ്നം BJP വളരെ താല്പര്യപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പോണ്ടിച്ചേരിയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 40 ലോകസഭാ സീറ്റുകളുള്ളതാണ്. മാത്രമല്ല BJPക്ക് ചില ബേസുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഹിന്ദു മുന്നണി, അതുപോലുള്ള കാസ്റ്റ് സമൂഹങ്ങൾ, ഒരുപാട് പരീക്ഷണശാലയായിട്ട് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളെയും BJP മാറ്റിയിട്ടുമുണ്ട്. BJPയുടെ സോഫ്റ്റ് ആയിട്ടൊരു സമീപനമാണ് ജയലളിത എപ്പോഴും അനുവർത്തിച്ചിരുന്നെങ്കിൽ പോലും ഒരു കൈ അകലം പാലിക്കാൻ ജയലളിത ഇപ്പോഴും ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി ദുർബലമായിട്ടുള്ള ഒരു അണ്ണാ DMK നേതൃത്വമാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ BJPക്ക് ചെയ്യാം. ഒന്ന്, BJPക്ക് ഒരു പുതിയ അവതാരത്തെ അങ്ങോട്ട് കൊണ്ടുവന്ന് വേണമെങ്കിൽ BJPക്ക് സ്വന്തം നിലയ്ക്ക് വളരാം. അങ്ങനെയാണ് രജനീകാന്തിനെ പാട്ടിലാക്കാൻ വേണ്ടി പണ്ട് അമിത്ഷയൊക്കെ ശ്രമിച്ചത്. അതല്ലെങ്കിൽ അണ്ണാ DMKനെ BJPയുടെ ഒരു ടീം മെമ്പറായിട്ട്, ഒരു B ടീമായിട്ടോ A ടീമായിട്ടോ, എന്നാൽ BJPയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് വേണേ മാറ്റാൻ പറ്റും. ഈ രണ്ട് ആഗ്രഹങ്ങളായിരിക്കും ഒരുപക്ഷെ BJP മുന്നിൽ വെക്കാൻ പോകും. അതാണ് ശ്രീ PV തോമസ്, അതിനുള്ള സാധ്യത ഒരുപക്ഷെ ഒരു B ടീമായി ശ്രീ ബ്രിട്ടാസ് നിരീക്ഷിച്ചതുപോലെ കേരളത്തിൽ പോലും BJP അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് നമുക്കറിയാം. അത്തരത്തിൽ ADMK ഉപയോഗിക്കുകയോ അതോ നേരിട്ട് അവിടേക്ക് രംഗപ്രവേശനം നടത്താനോ ഏതായിരിക്കും സാധ്യത? BJP എന്തും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ADMK ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അത് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ആണ്. ഈ ദ്രാവിഡിയൻ രാഷ്ട്രീയവും BJP രാഷ്ട്രീയവുമായിട്ട് എങ്ങനെ യോജിച്ചു പോകും, ADMKയുടെ അംഗങ്ങൾ അണികൾ അതിനെ അംഗീകരിക്കുമോ എന്നുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഷാഡോ പോലെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അലയൻസിൽ കൊണ്ടുപോകാനായിരിക്കും, ആ രീതിയിലായിരിക്കാം ഒരുപക്ഷെ സാധിക്കുക. അതിനായിരിക്കും സാധിക്കുക. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിലേക്ക് ADMK പോകുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി പണ്ട് ഉണ്ടായിരുന്നു, സഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ പാർട്ടിയൊക്കെ നിലംപരിശായിട്ട് നിൽക്കുകയാണ്. വളരെ വിദൂരമായ ഏതോ 4ഓ 5ഓ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ADMKക്ക് അതിന് വലിയ താല്പര്യം കാണുകയില്ല. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ BJPയുമായിട്ട് യോജിച്ചു പോകുവാനായിരിക്കും സാധ്യത. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന വൈരുദ്ധ്യം എന്ന് പറയുന്നത് ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ കാര്യമാണ്. അതിപ്പോ ഏതായാലും ഇപ്പൊ തന്നെ അലയാണല്ലോ, ADMK അലയാണ് BJPയുടെ കേന്ദ്രത്തിൽ. അപ്പം നമുക്കതറിയാവുന്നതാണ്. സംബന്ധിത ഡെപ്യൂട്ടി സ്പീക്കറുമായി അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുവാനായിരിക്കും രാഷ്ട്രീയപരമായിട്ട് ഇവര് സ്വീകരിക്കുക. രണ്ടാമത്തെ കാര്യം, ശശികല ഏതായാലും വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശശികലയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ള കാര്യം ഇന്നും ആർക്കും അറിയാൻ പാടില്ല. 20-30 വർഷം ജയിലറൊപ്പം ഉണ്ടായിരുന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അക്യൂമെന്റോ, പൊളിറ്റിക്കൽ അക്യൂമെന്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഇത് എന്താണ്, ഏത് രീതിയിൽ പോകും, രാഷ്ട്രീയ അംബിഷൻ തന്നെ ഉണ്ടോ, പുറകിൽ നിന്നുകൊണ്ടുണ്ട് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരിയായിട്ട് നിൽക്കാനാണ് സാധ്യത എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനായിരിക്കാൻ സാധ്യത എന്ന് തോന്നുന്നു. പക്ഷെ പുറകിൽ നിന്നുകൊണ്ട് ചടുവലികൾ നടത്താനും ഒരു വലിയ ശക്തിയായിട്ട് തന്നെ ശശികല
AIADMK തുടരുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയത്തിനും കാര്യമില്ല. അതാണ് ശ്രീ പി വി തോമസ് ദയവായി തുടരുക. ശ്രീ ജോൺ ബ്രിട്ടാസ്, അത്തരത്തിൽ ശശികല, പനീർശെൽവം, തമ്പിദുരൈ ഈ 3 പോയിന്റുകളാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പുറത്തേക്ക് സെപ്റ്റംബർ 22-ന് ജയലളിത ആശുപത്രിയിലായ ഘട്ടത്തിൽ തന്നെ ഷൂട്ടിംഗ് മതിയാക്കി ഓടി വന്ന അജിത്തിനെ സംബന്ധിച്ചും പലതരത്തിലും ജയലളിതയ്ക്ക് നേരിട്ട് വാത്സല്യമുള്ള അജിത്ത് എന്ന സിനിമാ നടനെ സംബന്ധിച്ചും ഒക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രജനീകാന്ത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു താരപരിവേഷം ഒരുപക്ഷെ ദ്രാവിഡ രാഷ്ട്രീയവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയ പ്രവേശനങ്ങളൊക്കെ അപ്രസക്തമായി വീണ്ടും പഴയ കാലത്തിന്റെ പുനരാവർത്തനം തമിഴ്നാട്ടിൽ ഉണ്ടാകില്ലേ? അങ്ങനെ ഒരു സംശയം. ഇത് വളരെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗതിവിഗതികൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പം അജിത്തിന്റെ വരവിനെ ഞാൻ എന്താ കാരണം അജിത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ഫ്യൂണറൽ നടക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ആദ്യം അജിത്തിന്റെ അനുശോചനം ഇല്ലാത്തത് തന്നെ ആൾക്കാരിൽ സംശയം ഉയർത്തി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം അജിത്ത് ഷൂട്ടിംഗ് നിർത്തിവെച്ച അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ ബൾഗേറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവരെയൊക്കെ ഏഡിങ്കെ അണികളും മറ്റുള്ളവരൊക്കെ അംഗീകരിക്കും എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയില്ലത്. ഇതൊക്കെ അത്ര എളുപ്പത്തിൽ ഒരാളെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന ലാഘവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കാൻ പറ്റില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും തോമസ് പറഞ്ഞതുപോലെ ശശികല വളരെ പ്രധാനപ്പെട്ട, അഥവാ ഒരു പുതിയ ആളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ശശികലയുടെ അനുഗ്രഹാശിസുകൾ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ തമ്പിദുരൈ, പനീർശെൽവം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സെക്കൻഡ് ഫിഡിൽ മാത്രമാണ്. അവർക്കൊന്നും ഈ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരിഷ്മയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മൂന്നാമത്തെ കാര്യം, ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ പഴയ തീവ്രതയൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എനിക്കൊന്നു തോമസ് തന്നെ അറിയാവുന്ന കാര്യമാണ്. DMKയും DMKയും പല ഘട്ടങ്ങളിൽ മാറിയും മറിഞ്ഞും BJPയുമായിട്ട് പരസ്യമായിട്ടുള്ള ബാന്ധവങ്ങളിൽ ഏർപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പഴയ സംശുദ്ധിയൊന്നും ദ്രവീഡിയൻ രാഷ്ട്രീയത്തിനില്ല. മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരുടെ നിലപാടുകൾ എന്താണെന്നുള്ള കാര്യത്തിലും വളരെ പ്രസക്തിയുണ്ട്. പിന്നെ BJP പഴയ ഒരു കോൺഗ്രസിനെ പോലെയല്ല BJP എല്ലാ അടവുകളും പയറ്റും. പ്രത്യേകിച്ച് അമിത്ഷയൊക്കെ ഒരുപാട് കാലം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സ്ഥലമാണ് തമിഴ്നാട്. അതുകൊണ്ട് നമുക്കൊരു ലളിതമായ ഒരു ഉത്തരം കാണാൻ കഴിയില്ല. പക്ഷെ ഒരുപാട് പ്രോബബിലിറ്റീസ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശികല തന്നെ ഇതിന്റെ ഒരു അധികാര കേന്ദ്രമായിട്ട് ഉരുത്തിരിയുന്നു. ശശികല നിശ്ചയിക്കുന്ന ഒരാൾ വരുന്നു. BJPയുടെ അംബിഷൻസ് കാത്തു സൂക്ഷിക്കുന്നു. ഒരു ചെങ്ങാത്തത്തിന് വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ വളരെ ഫ്രജൈലാണ്. പക്ഷേ എങ്കിൽ പോലും DMK ആണ് ഇപ്പൊ കോൺഗ്രസിന്റെ അലായി. ആ അലയിൽ നിന്ന് വേണമെങ്കിൽ AIADMKയിലേക്ക് മാറാൻ വേണമെങ്കിൽ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല കോമ്പിനേഷൻസും വേണമെങ്കിൽ സാധ്യമാണ്. സാർ, അപ്പോൾ തന്നെ ഒരു സംശയം, അതായത് ശശികലയെ കുറിച്ച് പറയുന്നു. നമ്മൾ ശരിയാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ പഴയ ഹിന്ദി ബോർഡുകൾ വെച്ചാൽ അടിച്ചു തകർക്കുന്ന രീതിയിലൊക്കെയുള്ള തീവ്രമായ ദ്രവീഡ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. അതിന് സ്വാഭാവികമായ ലോജിക്കൽ കൾമിനേഷൻ അത് വിധേയമായി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ശശികലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തമിഴ് ജനതയെ ആ അർത്ഥത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ശശികല ജയലളിത ഉണ്ടായിരുന്നപ്പോൾ മാത്രം പ്രസക്തമായിരുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. അവർക്കൊരു പക്ഷേ നേതൃതലത്തിലേക്ക് വരാൻ ഉള്ള എന്തൊക്കെ പൊളിറ്റിക്കൽ കപ്പാസിറ്റി ഉണ്ട് അതേ സംബന്ധിച്ചൊക്കെ നാം വിലയിരുത്തേണ്ടതില്ലേ? ഒരു വലിയ പാർട്ടിയെ, ഒരു വലിയ ജനതയെ ഇത്തരത്തിൽ വൈകാരികമായി ഒക്കെ നയിക്കാൻ പ്രാപ്തി ശശികലയ്ക്കുണ്ടോ? ഒരു തോഴി എന്നതിനപ്പുറത്തേക്ക് സംശയം. ഇന്നലത്തെ ചടങ്ങോട് കൂടിയിട്ട് ജയലളിതയുടെ ലെഗസി, പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളായിട്ട് ശശികല മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ശശികലയാണ്. 2, ജയലളിത ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത സുഹൃത്താണ്. വേണമെങ്കിൽ അവരുടെ ഉസ്യത്തില് വില്ലിലൊക്കെ വേണമെങ്കിൽ ശശികലയുടെ പേരുകളായിരിക്കാം ഉണ്ടാകുക സ്വത്ത് സംബന്ധമായി. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു നിമിഷം മതി പല മാറ്റങ്ങളും വരാൻ. ഒരു താരകം ജനിക്കാനും പൊട്ടിവിടരാനും ഒക്കെ അധികം സമയം വേണ്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അണികൾക്ക് ആ പാർട്ടിയെ പിടിച്ചു നിർത്തണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രഭവ കേന്ദ്രം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരിലേക്ക് വേണമെങ്കിൽ രാഷ്ട്രീയം ഗ്രാവിറ്റേറ്റ് ചെയ്യാം. അപ്പൊ അതിനൊന്നും വലിയ താമസമൊന്നും വരില്ല. അപ്പോൾ ജയലളിതയുടെ കരിഷ്മ അവർക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ജയലളിതയുടെ ശൂന്യത നികത്താൻ കഴിയുന്ന ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ അവരവിടെ വരുന്നുണ്ട്. അതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ നിരീക്ഷിച്ചതിന്.